പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് എങ്ങനെയാണ് പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തെ തുറപ്പിക്കുന്നത്, അഥവാ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞാൽ ആർക്കും പ്രാർത്ഥിച്ച് അനുഭവവും അനുഗ്രഹവും നേടാൻ കഴിയും. സുവിശേഷത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥനയാണ്. എസ്തപ്പാനോസ് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വേദസാക്ഷിയാണ്. ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എസ്തപ്പാനോസിനെ പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അഥവാ എസ്തപ്പാനോസിൻ്റെ രീതികൾ, ഇപ്പോൾ എസ്തപ്പാനോസൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവിൻ്റെ വചനം എന്താ പറയണത്? അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിച്ചു എന്നാണ്. ആത്മാവിൻ്റെ കൃപാഭിഷേകമാണ് മുഖത്ത് പ്രകടമാകണത്. അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിച്ചു. എന്നിട്ട് അവൻ എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ. ഉള്ളിൽ നീരസമില്ല, നിരാശയില്ല, സങ്കടമില്ല, ദേഷ്യമില്ല, പ്രതികാരമില്ല. എന്ന് വെച്ചാൽ എസ്തപ്പാനും മനുഷ്യനല്ല എന്നല്ല അർത്ഥം. ആ മാനുഷിക അവസ്ഥയെ തന്നെ അവൻ പരിശുദ്ധാത്മാവ് സ്വീകരിച്ച് ആത്മാഭിഷേകത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ്. എസ്തപ്പാനോസിനെ പോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. സ്നേഹം, പിന്നെ ആനന്ദം, ദയ, ക്ഷമ. അപ്പം ക്ഷമ വരുന്നുണ്ട് അവിടെ. ഈ ആത്മാവിൻ്റെ ഫലങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥന സെറ്റ് ചെയ്യേണ്ടത്, അഥവാ പ്രാർത്ഥന വരേണ്ടത്. എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥനയിൽ ആ ഒരു കണ്ടൻറ്റാണ് ഉള്ളത്, ക്ഷമയുടെ കണ്ടൻറ്റ്. ക്ഷമയാണ് പ്രാർത്ഥനയായിട്ട് വരണത്. അത് എന്തുകൊണ്ടാണ് ഈ ക്ഷമ അല്ലെങ്കിൽ സഹനം അല്ലെങ്കിൽ സ്നേഹം അക്സെപ്റ്റബിൾ ആകണത്? എന്തുകൊണ്ടാണ്? ദൈവസ്നേഹമായതുകൊണ്ടാണ്. ദൈവസ്നേഹമായതുകൊണ്ടാണ്. അപ്പം നമ്മൾ ദൈവത്തിലുള്ള കണ്ടൻ്റ് അനുസരിച്ച് മാത്രമേ പ്രെയർ ചെയ്താൽ മാത്രമേ ദൈവം അത് സ്വീകാര്യമാകത്തുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാതെ സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ല പ്രശ്നം. കാര്യം ദൈവം സ്വീകരിക്കുന്ന പ്രാർത്ഥന ആത്മാവിൻ്റെ ഫലങ്ങളിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമായതുകൊണ്ടാണ്. കാര്യം ദൈവം ആ ഫലങ്ങളിൽ നിറഞ്ഞ വ്യക്തിയായതുകൊണ്ടാണ്. ദൈവത്തിൽ ക്ഷമയുണ്ട്. എത്ര കാലം വേണമെങ്കിലും ഒരു പാപിക്ക് വേണ്ടി ദൈവം ക്ഷമിച്ച് കാത്തിരിക്കണില്ലേ? അപ്പനും അമ്മയും നാട്ടുകാരും ഒക്കെ എല്ലാം അവനെ എഴുതി തള്ളുമ്പോഴും ദൈവം എഴുതി തള്ളത്തില്ലല്ല, കാത്തിരിക്കും. അതെന്താണ്? പ്രത്യാശയാണ്. ആ പ്രത്യാശ എന്താ ഉള്ളത്? പ്രത്യാശയിൽ ക്ഷമയുണ്ട്, സഹനമുണ്ട്, സൗമ്യതയുണ്ട്. ഇതെല്ലാത്തോടും കൂടിയാണ് എസ്തപ്പാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗം തുറക്കണത്. നിത്യപിതാവിൻ്റെ കൂടെ ഈശോ നിൽക്കുന്നത് അവൻ കണ്ടുവെന്നാണ്. നമുക്ക് ചുറ്റും സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് ആലോചന കിട്ടിയിട്ട് അവൻ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. അതാണ് നടപടി പുസ്തകം ആദ്യമേ മുന്നോട്ട് വെക്കുന്ന പ്രഥമ രക്തസാക്ഷിയുടെ ജീവിത ദർശനം. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് ഈ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് പൗലോസ്. അദ്ദേഹം പൗലോസ് അല്ലായിരുന്നേ ഉള്ളൂ, സാവൂളായിരുന്നു. സാവൂളായാലും ശരി, ദുഷ്ടനായാലും ശരി, സുവിശേഷം ജീവിക്കണ കണ്ടു കഴിയുമ്പോൾ ഏത് ദുഷ്ടൻ്റെ മനസ്സിനും ഒരു ചാഞ്ചല്യം ഉണ്ടാകും.
അന്ന് ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ സാവുൾ തന്നെയായിരുന്നു. സാവുളായിരുന്നു എസ്തപ്പാനോസിൻ്റെ ഉടുപ്പ്, ആ രക്തസാക്ഷി ഉടുപ്പ് സൂക്ഷിച്ചിരുന്ന ആൾ. പക്ഷേ എസ്തപ്പാൻ ഇങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ കേൾക്കുമ്പോൾ സാവുളിൻ്റെ മനസ്സ് കല്ലൊന്ന് മെഴുകുപോലെ ഉരുകാൻ തുടങ്ങി. അങ്ങനെ ഉരുകുരുകയാണ് ആ മനുഷ്യൻ. ഒരു കർത്താവിൻ്റെ സാന്നിധ്യം കൂടി വന്നപ്പോൾ അവൻ താഴേക്ക് വീണ്, കർത്താവേ ആരാണെന്ന് ചോദിച്ചു. നീ എസ്തപ്പാനിലൂടെ പീഡിപ്പിച്ച ഈശോയാണ് ഞാനെന്ന് പറഞ്ഞു. പിന്നെ ചോദിക്കുന്ന, കർത്താവേ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനം കേൾക്കുമ്പോൾ ജനം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ദൈവത്തോട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആദ്യം കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞപ്പോൾ പട്ടാളക്കാർ ചോദിച്ചു, ചുങ്കക്കാർ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതുതന്നെയാണ് സാവുൾ ചോദിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മനസ്സാന്തരം ചെയ്യുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ തിരുസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവ് ഓരോ ദൈവവചനം കേൾക്കുമ്പോഴും ദൈവത്തോട് നമ്മൾ ചോദിക്കണം, ദൈവമേ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സുവിശേഷ വിഹിതമായിട്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള ഒരു തുറവി ആണ് ദൈവം നമ്മളിലൊക്കെ എന്ന് അല്ല, ജന്മാന്തരങ്ങളായിട്ട് മനുഷ്യരാശിയോട് ദൈവം ചോദിച്ചതാണ്. എൻ്റെ ഈ ചെറിയ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഇന്ന് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? യേശുക്രിസ്തുവോട് ക്രൂശിക്കപ്പെട്ടവരെ, ത്യാഗത്തിലൂടെ കടന്നു പോകുന്നവരെ, സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവർ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ, സങ്കടത്തിലൂടെ കടന്നു പോകുന്നവർ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹം കൊണ്ട്, ക്ഷമ കൊണ്ട്, ദയ കൊണ്ട്, നന്മ കൊണ്ട്, വിശ്വസ്ത കൊണ്ട്, ആത്മസംയമനം കൊണ്ട്, പരിശുദ്ധാത്മ ഫലങ്ങൾ കൊണ്ട് നമ്മളെ തന്നെ നിറച്ചാൽ നമ്മൾ സുവിശേഷമായി മാറും. നമ്മളെ സുവിശേഷമാക്കുന്ന സഹനത്തിൻ്റെ സമ്മർദ്ദങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് നിറവോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിന് സുവിശേഷമാകാൻ, കർത്താവേ എൻ്റെ ജീവിതത്തെ ചുറ്റും പലതരത്തിലുള്ള പ്രാതികൂല്യങ്ങൾ പെരുകുമ്പോൾ, രോഗമകത്തു നിന്നും സാമ്പത്തിക തകർച്ച പുറത്തു നിന്നും എൻ്റെ ജീവൻ അന്വേഷിക്കുമ്പോൾ, എൻ്റെ സമാധാനത്തെ വേട്ടയാടി പിടിക്കുമ്പോൾ, എൻ്റെ സ്വസ്ഥതയും സമാധാനത്തെയും എൻ്റെ ശത്രുക്കൾ കാർന്ന് തിന്നുമ്പോൾ, എസ്തപ്പാനെപ്പോലെ പൗലോസിനെപ്പോലെ ഉന്നതങ്ങളിലേക്ക് നോക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിറവോടുകൂടി ആത്മീയം മനുഷ്യനെടുക്ക പെരുമാറ്റ ചട്ടങ്ങളോടുകൂടി സുവിശേഷത്തിന് കണ്ടെത്തി സുവിശേഷം ജീവിക്കുവാൻ, ലോകത്തിന് കർത്താവിൻ്റെ ചൈതന്യമായി മാറുവാൻ, അതുവഴി ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞുകൊണ്ട് ലോകത്തെ കീഴടക്കുവാൻ ആത്മാവെ, പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.